ഇന്ന് നമ്മുടെ കുട്ടീസിന് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിട്ട് ഈ ഒരു ഉസ്ബെക് റൈസിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ റെസിപ്പി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഇതിന് വേണ്ടത് സെല്ലാർ ബസ്മതി റൈസ് ആണ്. 2 കപ്പ് റൈസ് നന്നായിട്ട് കഴുകിയ ശേഷം 1 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തിടണേ. ഇനി ഒരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 400 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു ക്യാരറ്റ് അതും ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുത്തത് അതും ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഉപ്പും കുരുമുളകും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും അത് രണ്ടും 1/2 ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു സിനമൺ സ്റ്റിക്കും പിന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നേരെ ഒരു പ്രഷർ കുക്കറിലേക്ക് തട്ടിക്കോ. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒറ്റ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് നമ്മുടെ കുക്കർ ഒന്ന് കാലിയാക്കിക്കോ. ബാക്കി പരിപാടികളൊക്കെ ഈ ഒരു സെയിം കുക്കറിലാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് അളവിൽ സ്റ്റോക്ക് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ കുറച്ച് ക്യാരറ്റും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് റേസിൻസും പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ ഒരു വിസിൽ അടുപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അടിപൊളി ഉസ്ബെക് റൈസ് റെഡി. പിന്നെ ഒരു കാര്യം, സ്റ്റീമൊക്കെ നന്നായിട്ട് പോയ ശേഷം വേണം കുക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ.